ഹലോ എവരി വൺ, എല്ലാവരും കഴിഞ്ഞ സെഷൻ കണ്ടില്ലേ? സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ സെഷൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇവിടെ നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിയെ പറ്റി കൂടുതൽ ഇന്നലെ കണ്ടു, പക്ഷെ അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് കാണാം, പ്രോബ്ലംസ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് ആണെങ്കിലും ഒരു സ്ക്രിപ്റ്റഡ് റെക്കോർഡിംഗ് അല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ അതിന് പകരം ഒരു സിസ്റ്റത്തിന് മുന്നിലിരുന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ പ്രൊഫഷണലായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് എഴുതുന്ന ഒരു സെഷനല്ല. അപ്പോൾ നമ്മുടെ സെഷനിടയിൽ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും അറിയാതെ ചില മിസ്റ്റേക്സ് വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ആ സെഷനിൽ ഈ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി അൽഗോരിതം കണ്ടു. പ്രസിഡൻസ് ഗ്രാഫ് ഉപയോഗിച്ച് സീരിയലൈസബിളായിട്ട് ചെക്ക് ചെയ്യാനുള്ള അൽഗോരിതം. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസ് കാണാം. അപ്പോൾ അതിനു മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിന് നമുക്കൊരു സമ്മറി കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താണ് സീരിയൽ ഷെഡ്യൂൾ? സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷൻസിലും ഓപ്പറേഷൻസ് കോൺസിക്യൂട്ടീവ് ആയിട്ടാണ് നടക്കുക. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് സീരിയൽ ഷെഡ്യൂൾ. നോൺ സീരിയൽ ഷെഡ്യൂൾ ആകുമ്പോൾ നോൺ സീരിയൽ ഷെഡ്യൂളിൽ ട്രാൻസാക്ഷൻസിലെ ഓപ്പറേഷൻസ് ഇന്റർലീവ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതാണ് നോൺ സീരിയൽ ഷെഡ്യൂൾ. രണ്ട് ഷെഡ്യൂളുകൾ ഈക്വലന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ 2-3 തരത്തിലുള്ള ഈക്വലൻസ് പറഞ്ഞു. രണ്ട് ഷെഡ്യൂളുകൾ ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് റിസൾട്ട് ഈക്വലന്റ് ആവാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആവാം. പിന്നെ മൂന്നാമത് വ്യൂ ഈക്വലൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ സിലബസിൽ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ റിസൾട്ട് ഈക്വലന്റ് ആണെങ്കിൽ രണ്ട് ഷെഡ്യൂളിന്റെ ഫൈനൽ റിസൾട്ട്, അതായത് ഫൈനൽ ഔട്ട്പുട്ട് ഡാറ്റാബേസിലുള്ള വാല്യൂ സെയിം ആണെങ്കിൽ അത് റിസൾട്ട് ഈക്വലന്റ് ആണ്. If two schedules produce same result at the end, then they are known to be result equivalent. പിന്നെ നമ്മൾ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്? അപ്പോൾ ഒരു ഷെഡ്യൂളിൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഉണ്ടാവണമെങ്കിൽ അതെന്തായിരിക്കണം? രണ്ട് ട്രാൻസാക്ഷനിൽ നിന്നുള്ള ഓപ്പറേഷൻസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബിലോങ് ടു 2 different transaction, and next at least one of the operation should be a right operation, and both operation should access same data item. അങ്ങനെയുള്ളതാണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്. 2 different transaction, same data item, and at least one of them is right. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഷെഡ്യൂൾസിൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ അതിനെ കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്ന് പറയും. ഇനി നമ്മൾ കണ്ടത് വാട്ട് ഈസ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പോൾ സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്, നോൺ സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്. അതിൽ ഒരു നോൺ സീരിയൽ ഷെഡ്യൂള് ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂളിന് ഈക്വലന്റ് ആണെങ്കിൽ സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയും. ഇഫ് എ നോൺ സീരിയൽ ഷെഡ്യൂൾ ഈസ് ഈക്വലന്റ് ടു എനി വൺ ഓഫ് ദ സീരിയൽ ഷെഡ്യൂൾസ്, then it is called സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പോൾ റിസൾട്ട് ഈക്വലന്റ് ആണെങ്കിൽ അതിന് സിംപ്ലി സീരിയലൈസബിൾ എന്ന് പറയും. കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയും. ഇഫ് എ നോൺ സീരിയൽ ഷെഡ്യൂൾ ഈസ് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ടു എ സീരിയൽ ഷെഡ്യൂൾ, ഇറ്റ് ഈസ് നോൺ ആസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. അപ്പോൾ ഒരു ഷെഡ്യൂൾ തന്നു കഴിഞ്ഞാൽ ഹൗ ടു ടെസ്റ്റ് വെദർ ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അപ്പോൾ അതിനുള്ള മെത്തേഡാണ് വി ഹാവ് precedence graph. Precedence graphil എന്തൊക്കെയാണുള്ളത്? Precedence graphil it's a graph, so it will have nodes or vertices and edges. Which are the nodes? Nodes are transactions. So for each transaction we need to create a node. Then how we create edge? It is a directed edge, and the direction gives the order of conflicting operation. So for each pair of conflicting operation we
create an edge. So we have seen the example algorithm ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. So we will see an algorithm. It is simple. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതിനെ ഒരു സ്റ്റെപ്സ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു അൽഗോരിതം. ഇതാണ് അൽഗോരിതം. എന്താണ് അൽഗോരിതം? ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ ക്രിയേറ്റ് എ നോഡ്. ഓരോ ട്രാൻസാക്ഷൻ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, T1 T2 എക്സെട്ര. ദെൻ എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്ന മൂന്ന് സ്റ്റെപ്പും സിമിലർ സ്റ്റെപ്പാണ്. ജനറലി പറഞ്ഞാൽ ഫോർ ഈച്ച് കോൺഫ്ലിക്റ്റിംഗ് പെയർ ഓഫ് ഓപ്പറേഷൻ ക്രിയേറ്റ് ആൻ എഡ്ജ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് വായിച്ചു. ക്രിയേറ്റ് ആൻ എഡ്ജ് TI to TJ. TAയിൽ നിന്ന് TJയിലേക്ക് എപ്പോഴാണ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നത്? TAയും TJയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് പെയർ ഓഫ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ഓരോ ഡാറ്റ ഐറ്റത്തിൽ ഓരോ പെയേഴ്സിന് നോക്കണം. അപ്പോൾ ഏതൊക്കെയാണ് കോൺഫ്ലിക്റ്റിംഗ് പെയേഴ്സ് ഓഫ് ഓപ്പറേഷൻ? ഒന്നുകിൽ റൈറ്റ് കോൺഫ്ലിക്റ്റ് വരാം, അതല്ലെങ്കിൽ റീഡ് കോൺഫ്ലിക്റ്റ് വരാം, അതല്ലെങ്കിൽ റൈറ്റ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? TAയിൽ നിന്ന് TJ ക്രിയേറ്റ് ആൻ എഡ്ജ്. എപ്പോൾ TI എക്സിക്യൂട്ട് എ റൈറ്റ് ഐറ്റം X ബിഫോർ TJ എക്സിക്യൂട്ട് റീഡ് ഐറ്റം X. അപ്പൊ ഇത് രണ്ടാമത്തെ കേസാണ്. TI എക്സിക്യൂട്ട്സ് എ റൈറ്റ് ഐറ്റം X. TI അതായത് T1 to T2 ആണെങ്കിൽ T1ല് റൈറ്റ് ഐറ്റം X ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് TJയിൽ റീഡ് ഐറ്റം X എന്ന് വരണമെങ്കിൽ TIയിൽ നിന്ന് TJയിലേക്ക്, T1ൽ നിന്ന് T2ലേക്ക്. അതല്ല തിരിച്ച് T2ലെ റൈറ്റ് കഴിഞ്ഞിട്ടാണ് T1ല് റീഡ് വരുന്നതെങ്കിൽ T2ൽ നിന്ന് T1ലേക്ക് നമ്മളൊരു എഡ്ജ് വരയ്ക്കും. ഇത് മനസ്സിലാക്കി അടുത്ത സ്റ്റെപ്പുകൾ ഇതുപോലെ തന്നെ ഈ റൈറ്റ് റീഡിന് പകരം റീഡ് റൈറ്റും കേസുകളാണ് അടുത്ത സ്റ്റെപ്പ്. TI to TJക്ക് എഡ്ജ് വരയ്ക്കുന്നത് എപ്പോഴാണ്? വെനെവർ TI ഫസ്റ്റ് ട്രാൻസാക്ഷൻ റീഡ്സ് ഐറ്റം X ബിഫോർ, ഇവിടെ ഒരു ബിഫോർ കൂടി എഴുതാം, ബിഫോർ TJ എക്സിക്യൂട്ട്സ് റൈറ്റ് ഐറ്റം X. അപ്പോൾ റീഡ് ആദ്യം വന്ന് പിന്നെ റൈറ്റ്, അതാണ് RW കോൺഫ്ലിക്റ്റ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ എന്തായാലും RW കഴിഞ്ഞു, WR കഴിഞ്ഞു. അപ്പൊ അടുത്ത സ്റ്റെപ്പ് WW എഡ്ജസ് വരയ്ക്കാനായിരിക്കും. ക്രിയേറ്റ് ആൻ എഡ്ജ് TI to TJ ഫോർ ഓൾ ഐറ്റംസ് X whenever TI execute a right item X before TJ executes a right item X. ഇതാണ് എഡ്ജ് വരയ്ക്കുന്ന മൂന്ന് സ്റ്റെപ്പുകൾ. ഓരോ കോൺഫ്ലിക്റ്റിനും ഓരോ എഡ്ജുകൾ വരയ്ക്കുക, ഓരോ ടൈപ്പ് കോൺഫ്ലിക്റ്റിനും. അപ്പൊ എല്ലാ ഡാറ്റ ഐറ്റംസിൽ നിന്ന് ചെയ്യാം. ഓരോ പെയർ കോൺഫ്ലിക്റ്റുകളും ചെക്ക് ചെയ്യണം. അപ്പൊ ഏതൊക്കെ എഡ്ജ് ഉണ്ടെങ്കിൽ അതൊക്കെ വരയ്ക്കണം. ബട്ട് ഒരേ ട്രാൻസാക്ഷൻ, ഫോർ എക്സാമ്പിൾ T1ൽ നിന്ന് T2ലേക്ക് X എന്ന ഐറ്റം വെച്ച് ഒന്നിൽ കൂടുതൽ കോൺഫ്ലിക്ട്സ് വരാം. X റീഡ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റ് വരാം, കുറച്ച് കഴിഞ്ഞാൽ X റൈറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്ത കോൺഫ്ലിക്റ്റ് വരാം. അങ്ങനെ പല പ്രാവശ്യം സെയിം ഐറ്റത്തിൽ സെയിം എഡ്ജ് തന്നെ വരണമെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് വരയ്ക്കണ്ട, ഒരു പ്രാവശ്യം വരയ്ക്കുക. ഏതാണ് ഐറ്റം എന്നുള്ളത് നമ്മൾ ആ എഡ്ജിന്റെ മുകളിൽ മാർക്ക് ചെയ്യും, X or Y. അപ്പോൾ X വെച്ച് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ T1ൽ നിന്ന് T2 എത്ര പ്രാവശ്യം വന്നാലും ഒരു പ്രാവശ്യം മാത്രം നമ്മൾ എഴുതിയാൽ മതി. Y വെച്ച് എഴുതുമ്പോൾ വീണ്ടും T1ൽ നിന്ന് T2 എന്നുള്ള എഡ്ജിൽ ഒറ്റ എഡ്ജ് തന്നെ വരച്ചാൽ മതി. T1ൽ നിന്ന് T2ലേക്ക് തന്നെയാണ് ഒറ്റ എഡ്ജ് തന്നെ വരച്ചാൽ മതി. അപ്പോൾ Y ഉണ്ടെങ്കിൽ അതും കൂടി അവിടെ എഴുതുക. അപ്പോൾ ഏതൊക്കെ ഡാറ്റ ഐറ്റം വെച്ചാണ് കോൺഫ്ലിക്റ്റ് എന്ന് അറിയാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞാൽ ഗ്രാഫിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. നൗ we need to check whether it is serializable or not serializable. A schedule is said to be conflict serializable if and only if there is no cycle in the graph. ഗ്രാഫിൽ സൈക്കിൾ ഇല്ലെങ്കിൽ ഷെഡ്യൂൾ സീരിയലൈസബിൾ ആണ്. ഏതെങ്കിലും ഒരു സൈക്കിൾ, കംപ്ലീറ്റ് ഗ്രാഫ് കവർ ചെയ്യുന്ന സൈക്കിൾ ആവുന്നില്ല, ഏതെങ്കിലും ഒരു പാർട്ടിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട എക്സാമ്പിളൊക്കെ 2 ട്രാൻസാക്ഷൻസേ ഉള്ളൂ. റിയലി നമ്മൾ പ്രാക്ടിക്കൽ എക്സാമ്പിളുകളാകുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ആവും. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും കവർ ചെയ്യുന്ന സൈക്കിൾ ആവണമെന്നില്ല. സൈക്കിൾ എന്ന് പറഞ്ഞാൽ T1 T2 T3 T4 എഗെയിൻ T1ലേക്ക് വരുന്ന അങ്ങനെ ആവണമെന്നില്ല. ഈവൻ T1ൽ നിന്ന് T2 പോയി T2 തിരിച്ച് T1ലേക്ക് വന്നാലും അതും ഒരു സൈക്കിളാണ്. ഗ്രാഫിൽ എവിടെയെങ്കിലും ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ സീരിയലൈസബിൾ അല്ല. അതല്ലെങ്കിൽ there is no cycle, that means schedule is
സീരിയലൈസബിൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിൾസ് കണ്ടിരുന്നു. അപ്പൊ ഈ എക്സാമ്പിൾസിന് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ നോട്ടിലൊക്കെ ഓൾറെഡി ഉണ്ടാവും. അതല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ട് ഒന്നുകൂടി നോക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, കുറച്ച് പേരൊക്കെ ഇന്നലെ കുറച്ചും കൂടി ക്ലിയർ ആവാണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മളിന്ന് കുറച്ചും കൂടി കൂടുതൽ എക്സാമ്പിൾസ് കാണുന്നുണ്ട്. ഓക്കെ, ഈ എക്സാമ്പിളും കണ്ടതാണ്, ഇതും കണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കാണാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട എക്സാമ്പിളൊക്കെ 2 ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ എക്സാമ്പിളിൽ 3 ട്രാൻസാക്ഷൻസ് ഉണ്ട്. T1, T2, T3. ഇതാണ് 3 ട്രാൻസാക്ഷൻസ്. T1ലുള്ള ഓപ്പറേഷൻസ് റീഡ് എക്സ്, റൈറ്റ് എക്സ്, റീഡ് വൈ, റൈറ്റ് വൈ. T2ലെ ഓപ്പറേഷൻസ് റീഡ് സെഡ്, റീഡ് വൈ, റൈറ്റ് വൈ, റീഡ് എക്സ്, റൈറ്റ് എക്സ്. T3ലുള്ള ഓപ്പറേഷൻസ് ആർ വൈ, ആർ സെഡ്, ഡബ്ല്യു വൈ, ഡബ്ല്യു സെഡ്. ആർ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റീഡ് റൈറ്റ്. ഓക്കെ, ഇതാണ് 3 ട്രാൻസാക്ഷൻസ്. ഈ ട്രാൻസാക്ഷൻസ് വെച്ചുള്ള ഒരു ഷെഡ്യൂൾ നമുക്ക് കാണാം. എന്നിട്ട് അത് സീരിയലൈസബിൾ ആണോ എന്ന് പ്രസിഡൻസ് ഗ്രാഫ് വെച്ച് ചെക്ക് ചെയ്യാം. അപ്പൊ 3 ട്രാൻസാക്ഷൻസ് ആകുമ്പോൾ പ്രസിഡൻസ് ഗ്രാഫിൽ എത്ര വെർട്ടിസസ് ഉണ്ടാവും? ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ വി നീഡ് ടു ക്രിയേറ്റ് എ വെർട്ടെക്സ്. So since there are 3 transactions for any schedule involving these 3 transactions, there should be 3 vertices. Okay, അപ്പോൾ ഇതാണ് ഒരു ഷെഡ്യൂൾ ഇ. ഇത് ഈ എക്സാമ്പിളും എൽമസ്രി നവാത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇത് എക്സാമ്പിൾ ഇവിടെ ക്ലിയർ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ഷെഡ്യൂൾ. ട്രാൻസാക്ഷൻ T1, T2, T3. T2ലാണ് ഈ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. T2ലെ 3 ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് പിന്നെ T3ലെ 2 ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടാണ് T1ൽ വരുന്നത്. ആദ്യം T2ലെ 3 ഓപ്പറേഷൻസ്, പിന്നെ T3ലെ 2 ഓപ്പറേഷൻസ്, പിന്നെ T1ലെ, പിന്നെ T3, പിന്നെ T2, T1 ആൻഡ് ഫൈനലി T2. ഇതാണ് ഷെഡ്യൂള്. ഇനിയിപ്പോൾ ഇതിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്രിസിഡൻസ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ പ്രിസിഡൻസ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം? വെർട്ടിസസും വേണം, എഡ്ജസും വേണം. വെർട്ടിസസ് എന്താണ്? വെർട്ടിസസ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ ഇവിടെ 3 ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ T1, T2, T3. ഞാൻ മൗസ് പോയിന്റർ വെച്ച് വരയ്ക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ല, ഞാൻ ബോർഡിൽ വരയ്ക്കുമ്പോഴും പെർഫെക്ഷൻ കുറവാണ്. യു നോ മൈ ഹാൻഡ് റൈറ്റിംഗ്. എനിവേ, കൺസെപ്റ്റ്സ് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, സോ 3 ട്രാൻസാക്ഷൻസ്, 3 വെർട്ടിസസ്. T1, T2, T3. ഇനി നമുക്ക് വെർട്ടിസസ് ആയി എഡ്ജസ് ആണ് വേണ്ടത്. എഡ്ജസ് വേണമെങ്കിൽ എന്ത് വേണം? ഓരോ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസും നോക്കുക, അതിനനുസരിച്ച് എഡ്ജസ് വരയ്ക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ട്രാൻസാക്ഷൻ T2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. T2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ ഓപ്പറേഷൻ റീഡ് ഐറ്റം സെഡ്. ഇപ്പൊ റീഡ് ഐറ്റം സെഡ് കോൺഫ്ലിക്റ്റ് ആവണമെങ്കിൽ നമുക്ക് നോക്കേണ്ടത് അറിയാം. കോൺഫ്ലിക്റ്റ് വരണമെങ്കിൽ റീഡ് കഴിഞ്ഞിട്ട് റൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് കഴിഞ്ഞിട്ട് റൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് കഴിഞ്ഞ് റീഡ്. ഇപ്പൊ ഇത് റീഡ് ആയതുകൊണ്ട് റീഡ് കഴിഞ്ഞ് റൈറ്റ് ആണ് നോക്കേണ്ടത്. പിന്നെ ഇറ്റ് ഷുഡ് ബി 2 ഡിഫറെന്റ് ട്രാൻസാക്ഷൻ. അപ്പൊ T2ലെ ഓപ്പറേഷൻ നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് T1ലും T3യിലാണ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ റീഡ് ഐറ്റം സെഡ് നോക്കുമ്പോൾ ഇത് കഴിഞ്ഞുള്ള ഇത്രയും ഏരിയയിൽ അടുത്ത ട്രാൻസാക്ഷനുകളിൽ നോക്കിയാൽ മതി. അതേസമയം ഇവിടെ അടുത്ത റീഡ് ഐറ്റം എക്സ് അതാ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആ പാർട്ട് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ റീഡ് ഐറ്റം സെഡ് അതിന് കോൺഫ്ലിക്റ്റ് വേണമെങ്കിൽ റൈറ്റ് ഐറ്റം സെഡ് വേണം. അപ്പൊ നമ്മൾ നോക്കി T1ൽ എവിടെയെങ്കിലും റൈറ്റ് ഐറ്റം സെഡ് ഉണ്ടോ? ഇല്ല, അവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. സോ നോ പ്രോബ്ലം. T3ൽ എവിടെയെങ്കിലും റൈറ്റ് ഐറ്റം സെഡ് ഉണ്ടോ? ഉണ്ട്, ലാസ്റ്റ് റൈറ്റ് ഐറ്റം സെഡ് ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു റീഡ് ഐറ്റം സെഡ് ഉണ്ട്. ബട്ട് റീഡും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തതുകൊണ്ട് വി ആർ നോട്ട് കൺസേൺഡ് വിത്ത് ദാറ്റ് ഓപ്പറേഷൻ.
അപ്പൊ T2 റീഡ് ഐറ്റം സെഡ്, T3 റൈറ്റ് ഐറ്റം സെഡ്. അപ്പൊ ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ T2 കഴിഞ്ഞിട്ടാണ് T3. അപ്പൊ T2 നിന്ന് T3 ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു എഡ്ജ് വരയ്ക്കണം. ഏത് ഐറ്റം ആണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് അതവിടെ എഴുതിയിടാം, സെഡ്. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ റീഡ് ഐറ്റം വൈ. ഈ റീഡ് ഐറ്റം വൈ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നോക്കേണ്ടത്? റൈറ്റ് ഐറ്റം വൈ ഉണ്ടോ എന്ന്. തൊട്ടന്നെ റൈറ്റ് ഐറ്റം വൈ ഉണ്ട് അത് നോക്കണോ? വേണ്ട, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ദ സെയിം ട്രാൻസാക്ഷൻ. സോ ഇഫ് ഇറ്റ് ഈസ് ഫ്രം ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ഓൺലി ഇറ്റ് വിൽ ബി കോൺഫ്ലിക്റ്റ്. നമ്മൾ പറഞ്ഞു രണ്ടാള് സെയിം ടൈമിൽ സംസാരിക്കുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. അല്ലെങ്കിൽ ഒരേ വിഷയത്തെ പറ്റി രണ്ടുപേര് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞത് കേട്ടു പോവാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ റീഡ് ഐറ്റം വൈ കഴിഞ്ഞ് റൈറ്റ് ഐറ്റം വൈ ഉണ്ടോ? യെസ്, T3 ഒരു റൈറ്റ് ഐറ്റം വൈ ഉണ്ട്, പിന്നെ T1 ഒരു റൈറ്റ് ഐറ്റം വൈ ഉണ്ട്. അപ്പൊ T2 നിന്ന് T1 ഒരു എഡ്ജ് വേണം, റൈറ്റ് ഐറ്റം വൈ ഉള്ളതുകൊണ്ട്. അപ്പൊ അത് വൈ. സിമിലർലി T2 നിന്ന് T3 ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, പക്ഷെ ഓൾറെഡി അത് ഉള്ളത് കൊണ്ട് ഇനി നമ്മൾ വൈയും കൂടി ഉണ്ട് എന്ന് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ T2 നിന്ന് T3 സെറ്റ് കോമ വൈ എന്നാക്കി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഓപ്പറേഷൻസിലേക്ക് പോവാം. ഇപ്പൊ റീഡ് ഐറ്റം സെഡ് കഴിഞ്ഞു, റീഡ് ഐറ്റം വൈ കഴിഞ്ഞു, ഇനി റൈറ്റ് ഐറ്റം വൈ. ഈ റൈറ്റ് ഐറ്റം വൈ ആവണമെങ്കിൽ എന്ത് വേണം? ഇത് കഴിഞ്ഞ് ഒരു റൈറ്റ് ഐറ്റം വൈ വേണം. അത് എവിടെയൊക്കെ ഉണ്ട്? T3 റൈറ്റ് ഐറ്റം വൈ ഉണ്ട്, T3 റൈറ്റ് ഐറ്റം വൈ ഉണ്ട്. അപ്പൊ T2 to T3 ഓൾറെഡി എഡ്ജ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം വരയ്ക്കേണ്ട കാര്യമില്ല, വൈ തന്നെയാണ് ഐറ്റം. അപ്പൊ വീണ്ടും വരയ്ക്കേണ്ട കാര്യമില്ല. നൗ വിൽ ചെക്ക് വിത്ത് T2 T1. അവിടെയും ഒരു റൈറ്റ് ഐറ്റം വൈ ഉണ്ട്, ബട്ട് ഓൾറെഡി T2 to T1 എഡ്ജ് റൈറ്റ് ഐറ്റം വൈ ഉള്ളത് കാരണമുള്ള കോൺഫ്ലിക്റ്റ്. T2 to T1 എഡ്ജ് ഉണ്ട്, വൈ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇനി വീണ്ടും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ റീഡ് ഐറ്റം വൈ ട്രാൻസാക്ഷൻ T3. So for checking conflict with this we need to check transaction T2 and T1. Is there any right item y? But T2 right item y undo, T2 right item y ഉണ്ട്, but it is before this read. അപ്പോൾ before this read ആകുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് we need to consider only operations after this. അങ്ങനെയാണെങ്കിലാണ് T3 നിന്ന് എഡ്ജ് വരയ്ക്കാൻ പറ്റുള്ളൂ. So we'll consider after this. അപ്പോൾ after this ആകുമ്പോൾ T2 there is no right item y. ഇനി T1 ഒരു റൈറ്റ് ഐറ്റം y ഉണ്ട്. അപ്പോൾ T3 നിന്ന് T1 y എന്ന ഐറ്റം വെച്ച് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ സിമിലർ മാനറിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. റീഡ് ഐറ്റം സെഡ് റൈറ്റ് സെഡ് T1 T2 ഇല്ല. നെക്സ്റ്റ് റീഡ് ഐറ്റം എക്സ് ട്രാൻസാക്ഷൻ T1 റീഡ് ഐറ്റം എക്സ്, അതിന് റൈറ്റ് ഐറ്റം എക്സ് എവിടെയുണ്ട്? ട്രാൻസാക്ഷൻ 2 ഉണ്ട്. അപ്പോൾ T1 നിന്ന് T2 എക്സ്. ഇനി അടുത്തത് റൈറ്റ് ഐറ്റം എക്സ് ട്രാൻസാക്ഷൻ 2 റൈറ്റ് ഐറ്റം എക്സ് ഉണ്ട്. T1 നിന്ന് T2 ഓൾറെഡി എക്സ് we have drawn, so no problem. Now next is right item y T3 and right item y T1. T3 T1 y, that is already there. T3 and T1 y already mark ചെയ്തിട്ടുണ്ട്, no problem. Right item z T3 വേറെ എവിടെ z ഇല്ല, so no problem. T2 ഒരു റീഡ് ഐറ്റം z ഉണ്ടെങ്കിലും അത് ഇതിന് മുമ്പായതുകൊണ്ട് കൺസിഡർ ചെയ്യണ്ട. നെക്സ്റ്റ് റീഡ് ഐറ്റം എക്സ് ആകുമ്പോൾ റൈറ്റ് ഐറ്റം എക്സ് സെയിം ട്രാൻസാക്ഷനിലുണ്ട്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഡിഫറെന്റ് ട്രാൻസാക്ഷനിൽ ഇതിന് ശേഷം ഇല്ല. നെക്സ്റ്റ് റീഡ് ഐറ്റം വൈ, അതിന് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ഐറ്റം വൈ ഇനിയില്ല. റൈറ്റ് ഐറ്റം വൈ അതിന് കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇനിയൊന്നുമില്ല. ആൻഡ് റൈറ്റ് ഐറ്റം എക്സ് T2 ഇത് ലാസ്റ്റ് ഓപ്പറേഷൻ ആണ്, അപ്പൊ ഇനിയൊന്നും നമുക്ക് ചെക്ക് ചെയ്യാനില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ്.
ഈ ഗ്രാഫില് സൈക്കിൾ ഉണ്ടോ? ക്ലിയർലി ഒരു സൈക്കിൾ T1 നിന്ന് T2 ദെൻ T2 നിന്ന് T1. ഓക്കെ, അതൊരു സൈക്കിളാണ്. T1 നിന്ന് T2 എക്സ് ദെൻ T2 നിന്ന് T1 y. അപ്പൊ സൈക്കിൾ ഉള്ളതുകൊണ്ട് ഇത് സീരിയലൈസബിൾ അല്ല, കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഗ്രാഫ്. ക്ലിയർ ആയിട്ട് അപ്പൊ കഴിഞ്ഞ ഞാൻ വരച്ചത് ക്ലിയർ അല്ലെങ്കിൽ ഇത് നോക്കാം. ഫൈനൽ ഡയഗ്രാം ഇതാണ്. അപ്പൊ ഇത് നോട്ട് സീരിയലൈസബിൾ, നോട്ട് സീരിയലൈസബിൾ. ഓക്കെ, ഇപ്പൊ ഈ എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. എന്നാലും നമുക്കൊന്നുകൂടി നോക്കാം. ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. 3 ട്രാൻസാക്ഷൻസ് തന്നെ. അപ്പൊ ഇതാണ് ഷെഡ്യൂൾ എഫ്. ആദ്യത്തെ സെയിം നമ്മൾ ആദ്യം പറഞ്ഞ T1 T2 T3 ആ 3 ട്രാൻസാക്ഷൻസ് തന്നെ. അപ്പോൾ T1 T2 T3. ബട്ട് കഴിഞ്ഞ ഷെഡ്യൂളും ഈ ഷെഡ്യൂളും ഓപ്പറേഷൻസിന്റെ ഇന്റർലീവിംഗിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ഷെഡ്യൂളിൽ എന്തായിരുന്നു? ട്രാൻസാക്ഷൻ T2 സ്റ്റാർട്ടിങ്, പക്ഷെ ഇപ്പോൾ T3 സ്റ്റാർട്ടിങ്. അപ്പൊ നമുക്ക് നോക്കാം ഈ വേറെ ഷെഡ്യൂൾ ആകുമ്പോൾ സീരിയലൈസബിൾ ആയി മാറോ എന്നുള്ളത് നോക്കാം. അതല്ലെങ്കിൽ ഇപ്പോഴും നോൺ സീരിയലൈസബിൾ ആണോ? ഇപ്പൊ T3 ആദ്യം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ y, ഈ y ആണെങ്കിൽ എന്ത് വേണം? T2 y റൈറ്റ് ഉണ്ടോ? ഉണ്ട്. T1 റൈറ്റ് ഉണ്ട്. അപ്പൊ T3 നിന്ന് T2 y. ഈ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആരോ വരയ്ക്കണം. സൈക്കിൾ നോക്കുമ്പോഴും ഡയറക്ഷൻ വെച്ചാണ് നമ്മൾ സൈക്കിൾ ഉണ്ടോ നോക്കേണ്ടത്. T3 നിന്ന് T1 y. ഓക്കെ, ഇനി അടുത്തത് റീഡ് സെഡ്. റീഡ് സെഡിന് റൈറ്റ് സെഡ് ഉണ്ടോ നോക്കുക. ഇല്ല. അപ്പൊ അത് ഓക്കെ. റീഡ് സെഡിന് റീഡ് സെഡ് ആണ്. അപ്പൊ റീഡ് കോൺഫ്ലിക്റ്റ് അല്ല. അടുത്തത് റീഡ് എക്സ്. റീഡ് എക്സിന് അടുത്ത ട്രാൻസാക്ഷനിൽ ഒരു റൈറ്റ് എക്സ് ഉണ്ട്. അത് T1 to T2. T1 to T2 എക്സ്. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു സൈക്കിൾ ഉള്ള പോലെ ഒരു ഫീൽ ആയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത് സൈക്കിൾ അല്ല, ശ്രദ്ധിക്കണം. കാരണം ആരോ ശ്രദ്ധിക്കണം. അപ്പൊ T3 സ്റ്റാർട്ട് ചെയ്ത T3 T1 T2 പിന്നെ T2 T3 വരാൻ പറ്റില്ല, കാരണം ആരോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ആരോ കൂടി ശ്രദ്ധിക്കണം. വെറുതെ ഒരു ലൂപ്പ് പോലെ സർക്കിൾ ആയിട്ടുണ്ടോ എന്നല്ല നോക്കണം, ആരോ കൂടി നോക്കണം. കാരണം ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. അപ്പൊ എക്സ് റീഡ് എക്സ്, റൈറ്റ് എക്സ്, റൈറ്റ് എക്സും റൈറ്റ് എക്സും. എക്സ് T1 എന്നുള്ളത് ഓൾറെഡി മാർക്ക് ചെയ്തു, അപ്പൊ ഇനി വീണ്ടും മാർക്ക് ചെയ്യാനില്ല. ഇനി റൈറ്റ് വൈ T3. റൈറ്റ് വൈക്ക് റൈറ്റ് വൈ എവിടെയുണ്ട്? T2 ഒരു റൈറ്റ് വൈ ഉണ്ട്. റൈറ്റ് വൈ T1 അപ്പൊ T3 T2 T3 T1 ഇത് രണ്ടും y വെച്ച് ഓൾറെഡി മാർക്ക് ചെയ്തതാണ്. ഇപ്പൊ പുതുതായിട്ടൊന്നും മാർക്ക് ചെയ്യാനില്ല. ഇനി റൈറ്റ് സെഡ്. റൈറ്റ് സെഡിന് ഒരു റീഡ് സെഡ് ഉണ്ട്. ട്രാൻസാക്ഷൻ T2 ഒരു റീഡ് സെഡ് ഉണ്ട്. അപ്പോ എന്താ പറയുക, T3 നിന്ന് T2 y കൂടാതെ സെഡും കൂടി വന്നു. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ റീഡ് സെഡ്. ഈ റീഡ് സെഡിന് റൈറ്റ് സെഡ് ഉണ്ടോ? ഇല്ല. റൈറ്റ് സെഡ് ഉള്ളത് ഇതിന് മുമ്പായിരുന്നു. അപ്പൊ മുമ്പുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, ഇതിന് ശേഷമുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മളത് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ റീഡ് സെഡ്. അത് കഴിഞ്ഞ അടുത്ത് റീഡ് വൈ. റീഡ് വൈക്ക് ഒരു റൈറ്റ് വൈ ഉണ്ടോ? റൈറ്റ് വൈ ഉണ്ട്. അപ്പോ T1 നിന്ന് T2 T1 നിന്ന് T2 ഓൾറെഡി എക്സ് ഉണ്ട്. അപ്പൊ വൈയും കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ റൈറ്റ് വൈക്ക് റൈറ്റ് വൈ T1 T2 അത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് y. അപ്പൊ വീണ്ടും മാർക്ക് ചെയ്യേണ്ടതില്ല. ഇനി അടുത്തത് അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കിയാൽ T1 ട്രാൻസാക്ഷനിലെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞു. T3 ട്രാൻസാക്ഷനിലെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞു. ഇനി T2 4 ഓപ്പറേഷൻസ് ആണ് ബാക്കി. അപ്പൊ ആ ഓപ്പറേഷൻസ് ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് കഴിഞ്ഞാൽ T3 T1 വേറെ ഓപ്പറേഷൻസ് ഇല്ല. നമ്മൾ കോൺഫ്ലിക്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇനി അടുത്ത ട്രാൻസാക്ഷനിലെ ഓപ്പറേഷൻസ്. അപ്പൊ ഇവിടെയും ചെക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ ചെക്കിങ് കഴിഞ്ഞു. ഇപ്പൊ എന്താണ് ഷെഡ്യൂൾ? ഇതാണ് പ്രിസിഡൻസ് ഗ്രാഫ്. ഇതിൽ സൈക്കിൾ ഉണ്ടോ? നമുക്കൊന്നും ക്ലിയർ ആയിട്ട് അടുത്ത സ്ലൈഡിലുണ്ട്. ഇതിൽ സൈക്കിൾ ഉണ്ടോ? സൈക്കിൾ ഇല്ല. കാരണം
T3 സ്റ്റാർട്ട് ചെയ്താൽ T3 T1 T2 തിരിച്ച് T3 എത്താൻ പറ്റില്ല. ഈവൻ T2 സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. T1 സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ T1 T2 പിന്നെ T3 വരാൻ പറ്റില്ല. അപ്പൊ സൈക്കിൾ അല്ല, ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് അതേ സ്ഥലത്ത് എത്തുന്നതാണ് സൈക്കിൾ. അപ്പൊ അങ്ങനെ ഒരു സൈക്കിൾ ഇതിൽ ഫോം ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് സീരിയലൈസബിൾ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഞാൻ മുഴുവൻ എഴുതുന്നില്ല. ഓക്കെ, നമ്മുടെ മൗസ് വെച്ച് എഴുതുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നു. ഓക്കെ, കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. നമുക്കൊരു സീരിയലൈസബിൾ ഷെഡ്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ? ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ ഇഫ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ. അപ്പൊ ഒരു ട്രാൻസാക്ഷൻ, ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നാൽ അത് വെച്ച് പോസിബിൾ ആയിട്ടുള്ള കുറെ സീരിയൽ ഷെഡ്യൂൾസ് ഉണ്ട്. ഇപ്പൊ T1 T2 T3 ഇവിടെ 3 ട്രാൻസാക്ഷൻസ് ആണ്. അത് വെച്ച് പോസിബിൾ ആയിട്ട് T1 T2 T3 ഒരു ഓർഡർ ആണ്, T1 T3 T2 അടുത്ത ഓർഡർ ആണ്, T2 T1 T3 അടുത്ത ഓർഡർ ആണ്, T1 അങ്ങനെ എല്ലാ പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇതില് പല, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓരോ സീരിയൽ ഷെഡ്യൂളിന്റെയും ഔട്ട്പുട്ട് ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ഏത് സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിരിക്കും. നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞിരുന്നു. 2 തരത്തില് വരാം. ആദ്യം ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഡെപ്പോസിറ്റ് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് വരുന്നതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പല സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെന്ന് പറഞ്ഞാൽ ഏതോ ഒരു സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആണ് എന്നാണ് അർത്ഥം. ഏതോ ഒരു സീരിയൽ. അപ്പൊ അത് ഏത് സീരിയൽ ഷെഡ്യൂൾ ആയിട്ടാണ് അത് അറിയണമെങ്കിൽ എന്ത് വേണം? അത് ഈ ഗ്രാഫിൽ നിന്ന് സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. അതാണ് ഈ സീരിയലൈസബിലിറ്റിക്ക് വേണ്ടി പ്രിസിഡൻസ് ഗ്രാഫ് ഉണ്ടാക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. നമ്മളല്ലാതെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിൽ ഓരോ സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് കമ്പയർ ചെയ്ത് പോകുമ്പോൾ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അത് ഈസി അല്ല. ഇത് പ്രിസിഡൻസ് ഗ്രാഫാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഏതായിട്ടാണ് സീരിയലൈസബിൾ? അതായത് ഈ ആരോസിൽ നിന്ന് മനസ്സിലാക്കാം. ഈ T3 നിന്ന് T1 ആരോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം T3 ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് വേണം T1 ഓപ്പറേഷൻസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു ഏത് സീരിയൽ ഷെഡ്യൂളാ വരിക? ഒരു സീരിയൽ ഷെഡ്യൂളില് T3 കഴിഞ്ഞിട്ട് T1 വന്നാൽ മാത്രമാണ് അതിലത്തെ ഓർഡറും ഇതിലത്തെ ഓർഡറും മാച്ച് ആവുള്ളൂ. ഈ ഷെഡ്യൂളിലെ ഓർഡർ എങ്ങനെയാണ്? T3 കഴിഞ്ഞിട്ടാണ് T1 വരുന്നത്. അപ്പോൾ ഏത് സീരിയൽ ഷെഡ്യൂളിലാണ് T3 കഴിഞ്ഞിട്ട് T1 വരിക? T3 കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് T1 വന്നാൽ ആ സീരിയൽ ഷെഡ്യൂളാണ് ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തത് T3 നിന്ന് T2 ആരോ. അതിന്റെ അർത്ഥം എന്താ? T3 കഴിഞ്ഞിട്ട് വേണം T2 വരാൻ. അപ്പൊ T3 കഴിഞ്ഞിട്ട് വേണം T2 വരാൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ ആവാം അല്ലെങ്കിൽ ഇവിടെ ആവാം. 2 സ്ഥലമുണ്ട്. ബട്ട് അപ്പൊ അത് നോക്കണമെങ്കിൽ നമ്മൾ നോക്കണം T1 മുമ്പാണോ T2 വരേണ്ടത്, T1 ശേഷമാണോ T2 വരേണ്ടത്. അതിന് നമുക്ക് എന്താ നോക്കേണ്ടത്? T1 T2 തമ്മിലുള്ള എഡ്ജ് നോക്കുക. T1 കഴിഞ്ഞിട്ടാണ് T2. അപ്പൊ അതിന് മനസ്സിലായി T1 കഴിഞ്ഞിട്ടാണ് T2. ഓക്കെ. അപ്പൊ T3 T1 T2 എന്ന ഒരു സീരിയൽ ഷെഡ്യൂളിനാണ് ഈ സീരിയലൈസബിൾ ഷെഡ്യൂൾ ഈക്വലന്റ് ആയിട്ടുള്ളത്. T3 T1 T2. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു സംശയം ഉണ്ടാവും, ഏത് സീരിയലൈസബിൾ ഷെഡ്യൂളിനും ഒറ്റ ഒരു സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് മാത്രമായിരിക്കോ ഈക്വലന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് ഈക്വലന്റ് ആവാൻ പറ്റുമോ? പറ്റാം, സാധ്യതയുണ്ട്. കാരണം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സീരിയൽ ഷെഡ്യൂൾസ് ഒരേ റിസൾട്ട്സ് തരാം. അപ്പൊ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സീരിയൽ ഷെഡ്യൂൾസിലെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സിമിലർ ആയിട്ട് വരാം. നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. കോൺഫ്ലിക്റ്റ് അല്ലാത്ത ഓപ്പറേഷൻസ് ഏത് ഓർഡറിൽ വന്നാലും ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ സീരിയൽ ഷെഡ്യൂൾസ് ആയിട്ട് ഈക്വലന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതാ നമ്മൾ കണ്ടിട്ടുള്ള സീരിയലൈസബിൾ ഷെഡ്യൂൾ അല്ല, വേറെ ഡയഗ്രാം മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിന്റെ നമ്മൾ ഷെഡ്യൂൾ തന്നിട്ടില്ല. നമുക്ക് ഇതിൽ നിന്ന് ഈക്വലന്റ് ആയിട്ടുള്ള സീരിയൽ ഷെഡ്യൂൾ എഴുതാം.
അപ്പൊ ഇതിൽ നിന്ന് ഈക്വലന്റ് ആയിട്ടുള്ള സീരിയൽ ഷെഡ്യൂൾ എഴുതാൻ നമുക്ക് എഡ്ജസുകളാണ് നോക്കേണ്ടത്. അപ്പൊ T3 നിന്നാണ് എഡ്ജുകൾ. അപ്പൊ T3 ഫിക്സ് ചെയ്യാം. T3 കഴിഞ്ഞിട്ടാണ് T1, T3 കഴിഞ്ഞിട്ടാണ് T2. അപ്പൊ T3 കഴിഞ്ഞിട്ടാണ് T1. ബട്ട് T1ഉം T2 തമ്മിൽ ഒരു റിലേഷൻഷിപ്പും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് T3 കഴിഞ്ഞിട്ട് T1, T2 ഇങ്ങനെ വരാം. ഒന്നാമത്തെ ഒരു കേസ്. സോറി, T3 കഴിഞ്ഞിട്ട് T1, T2. ഇതൊരു ഈക്വലന്റ് സീരിയൽ ഷെഡ്യൂൾ ആണ്. അടുത്ത കേസ് T1ഉം T2 തമ്മിൽ ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ T3 കഴിഞ്ഞിട്ട് T2 കഴിഞ്ഞ് T1 വന്നാലും ഇഷ്യൂ ഇല്ല. ബിക്കോസ് there is no mention about the order in which T1 and T2 operations. അതായത് ഈ ഷെഡ്യൂളിൽ T1ഉം T2 തമ്മിൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഒന്നുമില്ല. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫിഗറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് there is no edge between T1 and T2. there is no edge. ഇപ്പൊ no edge എന്ന് പറഞ്ഞാൽ there are no conflicting pair of operation between T1 and T2. there is no read-write conflict or write-write conflict. there is no write-read conflict. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്തതുകൊണ്ട് T1നേക്കാൾ മുമ്പ് T2 ആയാലും T2നേക്കാൾ മുമ്പ് T1 ആയാലും ഇതിൽ ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ ചില ഷെഡ്യൂൾസ് തന്നു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഈക്വലന്റ് സീരിയൽ ഷെഡ്യൂൾസ് ഉണ്ടാവാം. ചില ഷെഡ്യൂൾസ് തന്നു കഴിഞ്ഞാൽ ഒരേ എക്സാക്ട്ലി ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ സീരിയലൈസബിൾ അല്ലാത്ത ഷെഡ്യൂൾ ആയാലും അവിടെ നമുക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സീരിയൽ ഷെഡ്യൂൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. T3 എടുത്തു. T3യുടെ കഴിഞ്ഞിട്ടാണ് T1. പിന്നെ T3 മുമ്പ് T2. ഈ T3നെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ T3 കഴിഞ്ഞിട്ടാണ് T1, T3 മുമ്പ് T2. അപ്പൊ ഇങ്ങനെ എഴുതാം. ബട്ട് അത് ശരിയാണോ? അല്ല. ഇവിടെ T1, T2 ഓർഡർ പറഞ്ഞിട്ടുണ്ട്. എക്സ് വെച്ച് നോക്കുമ്പോൾ T1 കഴിഞ്ഞിട്ടാണ് T2 വരേണ്ടത്. അത് ഇവിടെ പോസിബിൾ അല്ല. എന്നാൽ Y വെച്ച് നോക്കുമ്പോൾ T2 കഴിഞ്ഞിട്ടാണ് T1. അത് ഇവിടെ പോസിബിൾ ആണ്. അപ്പൊ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സീരിയൽ ഓർഡർ ഇല്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇത് നോൺ സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണ്. ഇതൊരു സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണ്. ഇതും ഒരു സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണ്. ഇതെല്ലാം കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്നാണ് പറയണത്. കാരണം വേറൊരു സീരിയൽ ഷെഡ്യൂൾ ആയിട്ട് കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് ആണ്. കോൺഫ്ലിക്റ്റ് ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ഈ ഷെഡ്യൂളിലും ഈ T3, T1, T2 എന്ന് പറയുന്ന സീരിയൽ ഷെഡ്യൂളിലും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് സംശയം ഉണ്ടെങ്കിൽ T3, T1, T2 ഈ ഓർഡറിൽ സീരിയൽ ആയിട്ട് ഷെഡ്യൂൾ പറഞ്ഞ എഴുതി നോക്കുക. സീരിയൽ ആകുമ്പോൾ T3 എല്ലാ ഓപ്പറേഷൻ കഴിഞ്ഞ് T1 എല്ലാ ഓപ്പറേഷൻ, പിന്നെ T2 എല്ലാ ഓപ്പറേഷൻ. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫും ഈ ഗ്രാഫും സെയിം ആയിരിക്കും. കാരണം കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ സെയിം ആണ്. അപ്പൊ ആ ഗ്രാഫും ഈ ഗ്രാഫും എന്തായാലും സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി KTU എക്സാംസിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കാണാം. അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് കഴിഞ്ഞ 2-3 പ്രാവശ്യം ഇതിൽ നിന്ന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഇപ്പൊ ഇത് ഡിസംബർ 2018 4 മാർക്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Check if the following schedule is conflict serializable. If so, give equivalent serial schedule. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണ് ചെക്ക് ചെയ്യുക. പ്രസിഡൻസ് ഗ്രാഫ്. ഇപ്പോൾ എങ്ങനെയാണ് ഈക്വലന്റ് സീരിയൽ ഷെഡ്യൂൾ എഴുതുക? ആ ഗ്രാഫ് നോക്കി അതിൽ എഡ്ജ് നോക്കി പ്രസിഡൻസ് ഗ്രാഫ് സീരിയൽ ഈക്വലന്റ് സീരിയൽ ഷെഡ്യൂൾ എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ ഇതിൽ തന്നിട്ട് R3X, R2X, W3X, R1X, W1X. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 എക്സാമ്പിളുകൾ ചെയ്ത ഫോർമാറ്റിലല്ല ഓപ്പറേഷൻസ് ഇവിടെ തന്നത്. ആ ഫോർമാറ്റിൽ നമുക്ക് കൂടുതൽ സ്പേസ് എടുക്കും. കൺസൈസ് ആയിട്ടുള്ള ഈ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പൊ ഈ നൊട്ടേഷനിൽ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ആ കൺഫ്യൂഷൻ ഉള്ളവർക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത ആളെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. RIX അല്ലെങ്കിൽ WIX എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ TI റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നു X എന്ന ഐറ്റത്തിൽ.
എന്നാണ് മീനിങ് എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ 1 2 3 എന്താണെന്ന് കൺഫ്യൂഷൻ മീൻ കുഴപ്പമില്ല. ബട്ട് ചില സമയത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ആയിട്ട് തന്നിട്ടുണ്ടാവുന്നില്ല. അപ്പൊ കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പൊ R3X എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ട്രാൻസാക്ഷൻ 3X റീഡ് ചെയ്യുന്നു. W3X എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ 3W റീഡ് ചെയ്യുന്നു. W1X എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ 1W റീഡ് ചെയ്യുന്നു. സോറി, ട്രാൻസാക്ഷൻ 1X റൈറ്റ് ചെയ്യുന്നു. W1X, 1 stands for transaction 1, W stands for write, X the item X. ഈ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ വേണ്ടത്? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രിസിഡൻസ് ഗ്രാഫ് വരയ്ക്കണം. പ്രിസിഡൻസ് ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കണം. സൈക്കിൾ ഇല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ, സൈക്കിൾ ഉണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള സീരിയൽ ഷെഡ്യൂള്, അത് ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പൊ പ്രിസിഡൻസ് ഗ്രാഫിൽ എന്തൊക്കെയാണ് വേണ്ടത്? വെർട്ടിസസ് ആൻഡ് എഡ്ജസ്, വെർട്ടിസസ്, ട്രാൻസാക്ഷൻസ്. അപ്പൊ നമുക്ക് അതിന് എത്ര ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് അറിയണം. അപ്പൊ ഈ തന്നിൽ നിന്ന് എങ്ങനെ എത്ര ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് അറിയാം? ഈ R3 R2 ഈ 3 2 നമ്പേഴ്സ് നോക്കുക. ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 1 2 3. അപ്പൊ 3 ട്രാൻസാക്ഷൻ ഉണ്ട്. 3 ട്രാൻസാക്ഷൻ ഉള്ളതുകൊണ്ട് 3 വെർട്ടിസസ് വരയ്ക്കാം. ഈ ക്വസ്റ്റ്യൻ ആകെ നമ്മൾ കഥയൊന്നും എഴുതണ്ടില്ല. നിങ്ങൾ പലരും ഒരു ക്വസ്റ്റ്യൻ തന്നാൽ കുറെ കഥ എഴുതി വയ്ക്കും. ഇവിടെ ആ കഥയൊന്നും ചോദിച്ചിട്ടില്ല, ചെക്ക് ചെയ്യാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഡയഗ്രാം ആണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വേണമെങ്കിൽ 2-3 സെന്റൻസിൽ എഴുതാമെന്നുള്ളൂ. നിങ്ങൾ കഥ എഴുതി വെക്കുന്നതിനല്ല, കാര്യം അറിയുന്നുണ്ടോ എന്നതിനാണ് നമ്മൾ മാർക്ക് അവാർഡ് ചെയ്യുന്നത്. ഈ പിക്ചർ കളക്ട് ആണെങ്കിൽ പിന്നെ അതിൽ എഴുതുന്ന കഥയൊന്നും വായിക്കേണ്ട. ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് കറക്റ്റ് മനസ്സിലാവും, നിങ്ങൾക്ക് കൺസെപ്റ്റ് കറക്റ്റ് ആണ്. അപ്പൊ 3 ട്രാൻസാക്ഷൻ ഉണ്ട്. ഇതിന് പകരം ഈ പിക്ചറിൽ 2 ട്രാൻസാക്ഷൻ ഉള്ളെങ്കിൽ അപ്പൊ തന്നെ ഓക്കെ ദിസ് ഇസ് റോങ് കിട്ടും. പിന്നെ അതിൽ എഴുതി വെച്ചതൊന്നും വായിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ കിട്ടുന്നതെന്ന് മനസ്സിലായി. നമ്പേഴ്സ് നോക്കി 1 2 3 3 ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ 3 ട്രാൻസാക്ഷൻ T1 T2 T3. ഓക്കെ, ഇനി നമുക്ക് എഡ്ജ് വരയ്ക്കണം. എഡ്ജ് വരയ്ക്കണേ എങ്ങനെയാ? ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ടിങ് തൊട്ട് ഓപ്പറേഷൻ പോവാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോളിൽ താഴേക്ക് ആ ഒരു ഫോർമാറ്റ് ആയിരുന്നു അല്ലെ. ഇതിൽ നമ്മൾ മോളിൽ താഴേക്ക് ടൈം അനുസരിച്ച്, ഇവിടെ ആകുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ടൈം പോണത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നോക്കുക. ഈ ഫോർമാറ്റിൽ എഴുതുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. R3X ആണ് ഫസ്റ്റ് ഓപ്പറേഷൻ. അപ്പൊ R3Xന് കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഏതെങ്കിലും WX വരണം. ഏത് WX? W2Xോ അല്ലെങ്കിൽ W1Xോ വരണം. W3X കോൺഫ്ലിക്റ്റ് ആണോ? അല്ല. കാരണം എന്താ? W3X എന്ന് പറഞ്ഞാൽ സെയിം ട്രാൻസാക്ഷൻ ആണ്, രണ്ടും 3 ആണ്. അപ്പൊ കോൺഫ്ലിക്റ്റ് അല്ല. അപ്പൊ R3ക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇവിടെ R2X കോൺഫ്ലിക്റ്റ് ആവില്ല, കാരണം റീഡും കോൺഫ്ലിക്റ്റ് ഇല്ല. R1X കോൺഫ്ലിക്റ്റ് ആവില്ല, റീഡും കോൺഫ്ലിക്റ്റ് ഇല്ല. ബട്ട് W1X കോൺഫ്ലിക്റ്റ് ആവും. 3യിൽ നിന്ന് 1ലേക്കാണ് കോൺഫ്ലിക്റ്റ്. 3യിൽ നിന്ന് 1ലേക്ക്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരോ മാറരുത്. X അടുത്ത എടുത്തു R2ന് കോൺഫ്ലിക്റ്റ് വേണമെങ്കിൽ W3 വേണം, അല്ലെങ്കിൽ W1 വേണം. W3 ഉണ്ട്, W1 ഉണ്ട്. അപ്പൊ നമുക്ക് R2, അപ്പൊ T2ൽ നിന്ന് W3 ഉള്ളത് കൊണ്ട് T3യിലേക്ക് ഒരു എഡ്ജ്, T2ൽ നിന്ന് W1X ഉള്ളത് കൊണ്ട് T1ലേക്ക് ഒരു എഡ്ജ്. രണ്ടും X ആണ്, രണ്ടും X. ഇനി അടുത്ത W3Xന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ R1X അല്ലെങ്കിൽ W3Xന് കോൺഫ്ലിക്റ്റ് R1X വരാം, അല്ലെങ്കിൽ W1X ആണെങ്കിലും കോൺഫ്ലിക്റ്റ് ആണ്. W2X കോൺഫ്ലിക്റ്റ് വരും, R1 കോൺഫ്ലിക്റ്റ് വരും, W1 കോൺഫ്ലിക്റ്റ് വരും, ദെൻ R2. ഇതൊക്കെയാണ് W3ക്ക് കോൺഫ്ലിക്റ്റ് വരാവുന്ന ആളുകൾ. W2 റൈറ്റ് കോൺഫ്ലിക്റ്റ്, R1 ആണെങ്കിൽ റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ്, W1 ആണെങ്കിൽ റൈറ്റ് കോൺഫ്ലിക്റ്റ്, R2 ആണെങ്കിൽ റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ്. ഇതൊക്കെയാണ് പോസിബിൾ. ഇതിൽ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? W3 R1 ഉണ്ട്, W3 R1 ഉണ്ട്. അപ്പൊ 3യിൽ നിന്ന് 1ലേക്ക് X, അത് ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. 3യിൽ നിന്ന് 1. W3 W1 3യിൽ നിന്ന് 1ലേക്ക് X, അതും ഓൾറെഡി വരച്ചിട്ടുണ്ട്.
അപ്പൊ അത് കുഴപ്പമില്ല. ഇനി R1X കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ W2 അല്ലെങ്കിൽ W3 അല്ലെങ്കിൽ വേണം. പക്ഷെ ഇവിടെ W2 W3 ഒന്നുമില്ല. അപ്പൊ ഇനി അടുത്തതില്ല. ലാസ്റ്റ് ഓപ്പറേഷൻ W1X. അപ്പൊ ഇനി ഒന്നും ചെക്ക് ചെയ്യാനില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഗ്രാഫ്. ഇതിൽ സൈക്കിൾ ഉണ്ടോ? ഇപ്പൊ T1 സ്റ്റാർട്ട് ചെയ്താൽ എങ്ങോട്ട് പോകാൻ പറ്റില്ല. T2 സ്റ്റാർട്ട് ചെയ്താൽ T1ലേക്ക് പോകാം. ബട്ട് തിരിച്ച് T2ലേക്ക് എത്താനുള്ള ഒരു പാത്തില്ല. T2 സ്റ്റാർട്ട് ചെയ്ത് T3ക്ക് പോവാം. എന്നാലും തിരിച്ച് T2 എത്താൻ പറ്റില്ല. T3 എന്ന് പറഞ്ഞാൽ T1ലേക്കും പോവാം. ബട്ട് തിരിച്ച് T3 എത്താൻ പാത്തില്ല. ഓക്കെ. അപ്പൊ ഇതിൽ സൈക്കിൾ ഒന്നും ഇല്ല. ഒരു ലൂപ്പ് പോലെയുള്ള പിക്ചർ തോന്നുന്നുണ്ടെങ്കിലും ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. സൈക്കിൾ ഇല്ല. അപ്പൊ ഇത് സീരിയലൈസബിൾ ആണ്. യു ഹാവ് ടു റൈറ്റ് ഫ്രം ദ സിൻസ് ദർ ഇസ് നോ സൈക്കിൾ ഇൻ ദ പ്രിസിഡൻസ് ഗ്രാഫ് ദ ഗിവൺ ഷെഡ്യൂൾ ഈസ് സീരിയലൈസബിൾ. ഇപ്പൊ സീരിയലൈസബിൾ ആണെങ്കിൽ ഇൻ ക്വസ്റ്റിന്റെ അടുത്ത പാർട്ട് ഇഫ് സോ ഗിവ് ഈക്വലന്റ് സീരിയൽ ഷെഡ്യൂൾ. ഈക്വലന്റ് സീരിയൽ ഷെഡ്യൂൾ എങ്ങനെ കാണാം? നമ്മൾ നോക്കാം. ടി എഡ്ജ് വെച്ചിട്ടാണ് എഴുതുക. ഇപ്പൊ T1 T2ലേക്ക് എഡ്ജ് ഉണ്ടെങ്കിൽ T1 ആദ്യം എഴുതണം. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ T1 T2ലേക്ക് അല്ല, T2 T1ലേക്കാണ് എഡ്ജ് ഉള്ളത്. അപ്പൊ T2 നിന്ന് T1ലേക്ക് എഡ്ജ്. അപ്പൊ T2 കഴിഞ്ഞിട്ട് വേണം T1 വരാൻ. വാട്ട് അബൌട്ട് T3? T3 നിന്ന് T1ലേക്ക് എഡ്ജ് ഉണ്ട്. അതിന്റെ അർത്ഥം T1 മുമ്പ് വേണം T3 വരാൻ. നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ T2 T3ലേക്ക് എഡ്ജ്. അപ്പൊ T2 കഴിഞ്ഞ് T3 അത് കറക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നും കമ്പയർ ചെയ്ത് നോക്കാം. T2 T1ലേക്ക് എഡ്ജ് ഉണ്ട്. അപ്പൊ T2 കഴിഞ്ഞിട്ടാണ് T3 കറക്റ്റ് ആണ്. T3 T1ലേക്ക് എഡ്ജ് ഉണ്ട്. അപ്പൊ T3 കഴിഞ്ഞിട്ടാണ് T1 കറക്റ്റ് ആണ്. T2 T3ലേക്ക്. അപ്പൊ T2 കഴിഞ്ഞിട്ടാണ് T3 കറക്റ്റ്. അപ്പൊ ഇതാണ് ഈക്വലന്റ് ആയിട്ടുള്ള സീരിയൽ ഷെഡ്യൂൾ. ഈ ക്വസ്റ്റിന് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നു. സിൻസ് ദർ ഇസ് നോ സൈക്കിൾ ഇൻ ദ പ്രിസിഡൻസ് ഗ്രാഫ് ദ ഷെഡ്യൂൾ ഈസ് സീരിയലൈസബിൾ എന്ന് എഴുതുന്നു. ആൻഡ് ദ ഈക്വലന്റ് സീരിയൽ ഷെഡ്യൂൾ ഈസ് T2 T3 T1. ഇത്രയാണ് ഇതിന്റെ ആൻസർ. പ്രധാന പോയിന്റ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ 2017 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിൻ ഇഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾ ഈസ് സീരിയലൈസബിൾ. ഇവിടെ ഷെഡ്യൂള് സീരിയലൈസബിൾ ആണോ എന്ന് മാത്രമേ നോക്കണ്ടു. ഇവിടെയും R1 R2 എന്താണെന്ന് അറിയാത്തവർക്ക് ആ നൊട്ടേഷൻ എന്താണെന്നും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതിൽ സീരിയലൈസബിൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സീരിയലൈസബിൾ ആയിട്ട് ചെക്ക് ചെയ്ത് ഈക്വലന്റ് ആയിട്ടുള്ള സീരിയൽ ഷെഡ്യൂൾ എഴുതാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്? തന്നിട്ടുള്ള ഷെഡ്യൂൾ R1X, R2Z, R1Z, R3X, R3Y, W1X, W3Y, R2Y, W2Z, W2Y. അപ്പൊ ഇതില് ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 1, 2, 3. അപ്പൊ 3 ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. T1, T2, T3. മൂന്ന് ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. 3 ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് T1, then T2, T3 3 വരച്ചു. ഇനി നമുക്ക് എന്താ അടുത്തത്? കോൺഫ്ലിക്റ്റിംഗ് പെയേഴ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടോ നോക്കണം. അതിനനുസരിച്ച് എഡ്ജസ് വരയ്ക്കണം. അപ്പൊ നമ്മള് ലെഫ്റ്റ് ടു റൈറ്റ് തുടങ്ങാം. R1X നോക്കി. ഇതിന് കോൺഫ്ലിക്റ്റ് ഏതൊക്കെയാ വരിക? W2X ഉണ്ടോ, W3X ഉണ്ടോ ആണ്. ഇതാണ് കോൺഫ്ലിക്റ്റ് വരിക. കാരണം ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആയിരിക്കണം, സെയിം ഐറ്റം എക്സ് ആയിരിക്കണം, പിന്നെ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം റൈറ്റ് ആയിരിക്കണം. അപ്പൊ ഇത് റീഡ് ആയതുകൊണ്ട് അടുത്ത റൈറ്റ് ആണ്. അപ്പൊ W1X ആണ്. W1X കോൺഫ്ലിക്റ്റ് അല്ല. W3Y ആണ്. അത് കോൺഫ്ലിക്റ്റ് അല്ല. ഇല്ല. അപ്പൊ ഇതിന് ആരും കോൺഫ്ലിക്റ്റ് ഇല്ല. അടുത്തത് R2Z. R2Z കോൺഫ്ലിക്റ്റ് വരണമെങ്കിൽ W1Z ഉണ്ടോ? W1Z ഇല്ല. W2Z കോൺഫ്ലിക്റ്റ് അല്ല. W3Z ഉണ്ടോ? W3Z ഇല്ല. അതിനും കോൺഫ്ലിക്റ്റ് ഇല്ല. ഇനി R1Z കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ W2Z അല്ലെങ്കിൽ W3Z. W2Z ഉണ്ടെങ്കിൽ അപ്പോ ട്രാൻസാക്ഷൻ 1 നിന്ന് 2ലേക്ക് Z.
1-ൽ നിന്ന് 2-ലേക്ക് സെഡ് എന്ന ഐറ്റം. ഓക്കെ, ഇനി R3X കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം നോക്കാം. R3Y കോൺഫ്ലിക്റ്റ് ഇല്ല, W1X കോൺഫ്ലിക്റ്റ് ആണ്. R3യും W1 കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ 3-ൽ നിന്ന് 1-ലേക്ക് ഏതാണ് ഐറ്റം? 3-ൽ നിന്ന് 1-ലേക്ക് X ആണ് ഐറ്റം. X 3-ൽ നിന്ന് 1-ലേക്ക് X. വേറെ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഒപ്പം ചെയ്ത് നോക്കണം എന്തെങ്കിലും, എന്നാണ് ക്ലിയർ ആവുള്ളൂ. ഇനി R3Y ആകുമ്പോൾ W1 അത് X ആണ്. അടുത്ത് W3 ആകുമ്പോൾ സെയിം ട്രാൻസാക്ഷൻ ആണ്. R2Y ആകുമ്പോൾ റീഡ് കോൺഫ്ലിക്റ്റ് അല്ല, സെയിം ഓപ്പറേഷൻ ആണ്. W2 ആകുമ്പോൾ സെഡ് ആണ്. പിന്നെ W2Y അത് കോൺഫ്ലിക്റ്റ് ആണ്. R3 എന്ന് പറഞ്ഞാൽ തേർഡ് ട്രാൻസാക്ഷൻ, ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആണ്. ഒരെണ്ണം റൈറ്റ് ആണ്, സെയിം ഐറ്റം Y ആണ്. അപ്പൊ W2Y. അപ്പൊ 3-ൽ നിന്ന് 2-ലേക്ക് ഐറ്റം ഏതാണ്? Y. ഓക്കെ, ഇനി W1X കോൺഫ്ലിക്റ്റ് ഉണ്ടാവണമെങ്കിൽ X ഉള്ളത് പിന്നെ ഒന്നും വരുന്നില്ല, അപ്പൊ കോൺഫ്ലിക്റ്റ് ഇല്ല. W3Y കോൺഫ്ലിക്റ്റ് ആണ്. Y ഉള്ളത് വരേണ്ട R2Y, അത് കോൺഫ്ലിക്റ്റ് അല്ല. സോറി, W3R2Y കോൺഫ്ലിക്റ്റ് ആണ്. കാരണം രണ്ട് ട്രാൻസാക്ഷൻ 3-യും 2 ആണ്, സെയിം ഐറ്റം ആണ്. അപ്പൊ 3-ൽ നിന്ന് 2-ലേക്ക് Y, അത് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. 3-ൽ നിന്ന് 2-ലേക്ക് Y വരച്ചിട്ടുണ്ട്. W3Y. ദെൻ അടുത്തത് R2Y വരുമ്പോൾ അടുത്ത് Y ഉള്ളത് W2Y ആണ്, അത് കോൺഫ്ലിക്റ്റ് അല്ല. പിന്നെ W2Z വരുമ്പോൾ അത് കഴിഞ്ഞ് സെഡ് ഒന്നുമില്ല. W2Y അത് കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻസ് ഒന്നുമില്ല. അപ്പൊ ഇത് കറക്റ്റായി തോന്നുന്നു. നിങ്ങളും ചെയ്തു നോക്കുക. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ പറയണം. നമ്മളിത് ലൈവ് ക്ലാസ് അല്ലെങ്കിലും ലൈവായി തന്നെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ലൈവ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഏകദേശം ലൈവ് പോലെ തന്നെയാണ്. അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. ഇത് കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി വേണമെങ്കിൽ നോക്കാം. R1X കോൺഫ്ലിക്റ്റ് നമ്മൾ വരച്ച് ഇതാണ് R1X പിന്നെ X R3 ഇല്ല, W1X ഇല്ല. R2Z W2Z ഇല്ല. R1Z W2Z, അതാണ് T1 T2Z വരച്ചത്. T3 T2Y വരച്ചത്. T3 T2Y ഇപ്പൊ R3Y ആണ്. R3Y W2Y അത് ആണ്. T3 T1X വരച്ച് T3 T1 R3X W1X ഇങ്ങനെ. ഇനി ഇതില് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും സൈക്കിൾ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. സൈക്കിൾ ഉണ്ടോ? സൈക്കിൾ ഇല്ലാന്ന് കാരണം T3 സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജുകളുള്ളൂ, ഒന്നും T3 വന്ന് എൻഡ് ചെയ്യണില്ല. സൈക്കിൾ ഉണ്ടാവണമെങ്കിൽ അവിടെ എൻഡ് ചെയ്യണമായിരുന്നു. പിന്നെ T1 T2 വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് T1 തന്നെ പോകണില്ല. ഇതിൽ സൈക്കിൾ ഇല്ല. അപ്പോൾ ഇത് സീരിയലൈസബിൾ ആണ്, കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. അപ്പോൾ ഫോളോയിങ് ഷെഡ്യൂൾ ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അപ്പൊ ഈ ക്വസ്റ്റ്യന് നമ്മൾ ബേസിക്കലി പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് നമ്മുടെ കൺക്ലൂഷൻ സീരിയലൈസബിൾ ആണോ നോൺ സീരിയലൈസബിൾ. ഇപ്പൊ ഇവിടെ സീരിയലൈസബിൾ ആണ്. എന്തുകൊണ്ട് സീരിയലൈസബിൾ ആണ്? അതിന്റെ കാരണം there is no cycle in the graph, so the schedule is serializable. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള പോയിന്റ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് അതിന്റെ എങ്ങനെയാണ് ഈ എഡ്ജ് വരച്ചത് എന്നുള്ള എഴുതാം. കൂടുതൽ മാർക്ക് ആകുമ്പോൾ ഈ എഡ്ജ് വരച്ചത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ അൽഗോരിതം കൂടി ഇവിടെ എഴുതുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിരിക്കും. വേണമെങ്കിൽ അൽഗോരിതം വേണമെങ്കിൽ എഴുതാം, ആ സ്റ്റെപ്സ് മാത്രം. ആൻസർ എഴുതുന്നതൊക്കെ നിങ്ങളുടെയൊക്കെ യുക്തി അനുസരിച്ച് ചെയ്യുക. ഞാൻ മെയിൻ പോയിന്റ് ഇതിൽ പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കുക, അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുക. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി അടുത്തത് യൂസസ് ഓഫ് സീരിയലൈസബിലിറ്റി. ഇപ്പൊ സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സീരിയൽ ഷെഡ്യൂളിന് ഈക്വലന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സീരിയൽ ഷെഡ്യൂളിന്റെ ഗുണം എന്താ? സീരിയൽ ആകുമ്പോൾ ലോ CPU യൂട്ടിലൈസേഷൻ. അതെന്താ കാരണം? സീരിയൽ ഷെഡ്യൂൾ ലോ CPU യൂട്ടിലൈസേഷൻ കാരണം
സീരിയൽ നോൺ സീരിയൽ ആകുമ്പോൾ എപ്പോഴും ട്രാൻസാക്ഷൻസ് സ്വിച്ച് ചെയ്ത് വരുമ്പോൾ CPU മാറി അടുത്തത് വരണം, അടുത്ത് അത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അതൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും സീരിയൽ ഷെഡ്യൂൾ. അപ്പോൾ നമുക്ക് സീരിയലൈസബിലിറ്റി ചെക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നും മനസ്സിലായി. ഇപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഗ്രാഫായാലും നമുക്ക് ഒരു പ്രോസസ്സ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സീരിയലൈസബിലിറ്റി ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് സീരിയലൈസബിൾ ആവാൻ എന്തെങ്കിലും മെത്തേഡ്സ് ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത ടോപ്പിക്സിൽ വരെ ലോക്കിങ്ങും 2 ഫേസ് ലോക്കിംഗ് ഒക്കെ അതിനാണ് സീരിയലൈസബിൾ ആക്കാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന മെക്കാനിസംസ്. അതാണ് യൂസ് മെത്തേഡ്സ് ടു എൻഷുർ സീരിയലൈസബിലിറ്റി. അപ്പൊ മെയിൻ യൂസ് ഓഫ് സീരിയലൈസബിലിറ്റി എന്താണെന്ന് വെച്ചാൽ സീരിയലൈസബിൾ ആണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതന്നെയാണ് പ്രധാന അഡ്വാൻറ്റേജ്. കാരണം സീരിയൽ ഷെഡ്യൂൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആണെന്ന് അറിയാം, ബട്ട് സീരിയൽ ആയിട്ട് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ സീരിയലൈസബിൾ ഷെഡ്യൂളിലേക്ക് പോണത്. നോൺ സീരിയൽ ആണ്, ബട്ട് സീരിയലിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് സീരിയലൈസബിലിറ്റി ഓൾറെഡി ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് അത് സീരിയലൈസബിൾ ആണെന്ന് ചെക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഷെഡ്യൂളിന് മുമ്പ് തന്നെ അത് സീരിയലൈസബിൾ ആവാൻ വേണ്ടി കുറച്ച് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുക. അതാണ് ലോക്കിംഗ് പ്രോട്ടോകോൾസ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.